ശാസ്ത്രത്തിൽ വിയോജിപ്പുമായി 5 ബിഷപ്പുമാർ ഏകീകൃത കുർബാന സംബന്ധിച്ച സിനഡ് തീരുമാനം പാലിക്കാത്ത വൈദികർക്കെതിരെ നടപടിയെന്ന അന്ത്യശാസനത്തിൽ 5 ബിഷപ്പുമാർ വിയോജനക്കുറിപ്പ് കൈമാറി. കടുത്ത നടപടികൾ പാടില്ല എന്ന് ബിഷപ്പുമാർ അറിയിക്കുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. പ്രദീപ്, ഈ സിനഡ് ചേരുന്നത് തന്നെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ സിനഡിന് തൊട്ട് മുന്നോടിയായി, അല്ലെങ്കിൽ സിനഡ് നടക്കുന്നതിന് മുൻപ് ഏകപക്ഷീയമായ ഒരു തീരുമാനം വന്നതിനെ തുടർന്നാണ് ഈ 5 ബിഷപ്പുമാരും എതിർപ്പറിയിക്കുന്നത്. സ്വാഭാവികമായ രീതിയിൽ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാട് സ്വീകരിച്ച ആളുകളിൽ നിന്ന് പോലും ഈ വിയോജിപ്പ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്, അല്ലേ? അടുത്ത മാസം 3-ാം തീയതി മുതൽ സിനഡ് നിർദ്ദേശിച്ച തരത്തിലുള്ള ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ സർക്കുലർ. ഈ സർക്കുലർ എല്ലാ പള്ളികളിലും വായിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും വായിച്ചില്ല. മാത്രവുമല്ല, ആ സർക്കുലർ കത്തിച്ച് പ്രതിഷേധം അറിയിക്കുന്ന രീതി ഉൾപ്പെടെയുണ്ടായി. ഇപ്പോൾ അടിയന്തരമായി സിനഡ് ഇക്കഴിഞ്ഞ ദിവസമാണ് അവസാനിച്ചത്. ഇന്നലെയാണ് സിനഡ് അവസാനിച്ചത്. ഇതിൽ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ തീരുമാനം ഇന്ന് വൈകിട്ടോടുകൂടി ഔദ്യോഗികമായി അറിയിക്കും എന്നാണ് കരുതുന്നത്. ഇതിനിടെയാണ് സിനഡ് ചേരുന്ന ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള, എന്നാൽ ഇപ്പോൾ കേരളത്തിന് വെളിയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ വെളിയിൽ പ്രവർത്തിക്കുന്ന 5 ബിഷപ്പുമാർ ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു വിയോജനക്കുറിപ്പ് സിനഡിന് കൈമാറിയിരിക്കുന്നത്. വൈദികർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകരുത് എന്നാണ് ഈ വിയോജനക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇനിയും സമയമുണ്ട്. അത്തരമൊരു ചർച്ച നടക്കുകയാണെങ്കിൽ അതിന് മുൻകൈയെടുക്കാൻ അല്ലെങ്കിൽ അതിൽ പങ്കാളിത്തം വഹിക്കാൻ തങ്ങൾ 5 പേരും തയ്യാറാണെന്നും ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. നടപടി ഉണ്ടായാൽ സഭയ്ക്ക് വീഴ്ചകൾ ഉണ്ടാവുന്നതിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ സഭയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതിന് അത് ഇടയാക്കും. വിശ്വാസികളിലും അത് മാറ്റങ്ങൾ വരുത്തിയേക്കാം. അതുകൊണ്ട് തന്നെ കടുത്ത നടപടികൾ ഉണ്ടാവരുത് എന്നാവശ്യപ്പെടുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭൂരിഭാഗം വരുന്ന പള്ളികളിലും ജനാഭിമുഖ കുർബാന വേണമെന്നുള്ള ആവശ്യമാണ് നിലനിൽക്കുന്നത്. അതേസമയം മറ്റ് എല്ലാ രൂപതയിലും തന്നെ സിനഡ് നിർദ്ദേശിച്ച തരത്തിലുള്ള കുർബാന ക്രമമാണ് നിലവിൽ നിലനിൽക്കുന്നത്. എന്നാൽ വത്തിക്കാൻ പോലും എന്തുകൊണ്ട് ഇത്തരത്തിൽ സിനഡിന്റെ തീരുമാനത്തെ എതിർക്കുന്ന വൈദികർക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു. ഇതിന് ശേഷമാണ് ജൂലൈ മാസം 3-ാം തീയതി മുതൽ സിനഡ് നിർദ്ദേശിച്ച കുർബാന അർപ്പിച്ചില്ല എങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു അന്ത്യശാസനം സർക്കുലർ രൂപത്തിൽ സിറോ മലബാർ സഭ വൈദികർക്ക് നൽകിയത്. ഇതിന്റെ പേരിലാണ് നിലവിൽ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്.